എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാവേ. അപ്പം ഞാൻ മുട്ട പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു ഇടത്തര സവോളയും കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ലേ, കടുക് ഇടാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം കറിവേപ്പിലയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതുപോലെ തന്നെ ബാക്കിയുള്ള സവോളയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഇത്രയും ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് നമ്മൾ 2-3 എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. എൻ്റെ ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലപ്പൊടിയാണ്. അപ്പോൾ അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചച്ചവയൊക്കെ പൊടികളുടെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഒരു 1.5 കൈപ്പിടിയോളം തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഓപ്ഷണലാണ്. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തേങ്ങ ചേർക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പക്ഷേ ഇഷ്ടം തേങ്ങ ചേർത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടുതൽ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തേങ്ങ ചേർത്തുണ്ടാക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മുട്ടയ്ക്ക് നമ്മൾ ഉപ്പിടാതെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സവാളയ്ക്കൊക്കെ ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ആ ഉപ്പ് മതിയാകും. പോരെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് പൊടി പൊടിയാക്കി എടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് ചിക്കി എടുക്കുവാണേ. അപ്പം നമ്മുടെ മുട്ട കണ്ട ഇതേപോലെ ചിക്കി എടുത്തിട്ടുണ്ട്. പൊടി പൊടിയായിട്ട് ചിക്കി എടുക്കണം, എന്നാലാണ് ടേസ്റ്റ് കിട്ടുന്നത്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുവാൻ വേണം, ഒത്തിരി ഇതായിട്ട് വരരുത്. ഇപ്പോഴത്തെ ഇതേ രീതിയിൽ നമ്മുടെ മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നോക്കിയപ്പോൾ ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളി കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.